നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു കർത്താവേ. മനോഹരമായ ഈ പകൽക്കാലം ഞങ്ങൾക്ക് വീണ്ടും ഒരു ആവശ്യം കൂടെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാനും അങ്ങയെ സ്തുതിക്കുവാനും മുഖത്തപ്പെടുത്തുവാനും നീയോട് ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങളെ വാഴ്ത്തുന്നു കർത്താവെ. ഞങ്ങളുടെ മാസികത്തോടുള്ള ബന്ധത്തില് കർത്താവെ, വിവിധ ഇടങ്ങളിലും ഭവനങ്ങളിലും സാഹചര്യങ്ങളുമായ അടിയങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടുത്തു വന്ന് ഹല്ലേലൂയ അങ്ങ് ചെയ്ത നന്മകളെ നന്ദിയോടെ ഓർക്കുവാൻ നീയോട് ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തെയും പരിസരത്തെ ദേവാലയങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഭദ്രാസനത്തിനായി പ്രാർത്ഥിക്കുന്നു, എല്ലാ സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകരെയും എല്ലാ വൈദികരെയും ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹല്ലേലൂയ മാസികത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമേ. കടന്നു വന്നിരിക്കുന്ന മക്കളെ ഓരോരുത്തരെയും മേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യാതൊരുമായ ഹല്ലേലൂയ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും കൂടാതെ അതിന്റെ ഉള്ളംകരങ്ങളോടൊന്ന് വഹിച്ച് കർത്താവെ അവിടുന്ന് ശക്തീകരിച്ചുകൊള്ളുമാറാകണമേ. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന നന്മകൾക്കായി പ്രാർത്ഥിക്കുന്നവരുടെ യാത്രയിലൊക്കെ ദൈവ സാന്നിധ്യം കൂടിയിരിക്കുകയും അവിടുന്ന് പരിപാലിക്കുകയും ചെയ്യണം. എല്ലാ നന്മയോട് നിറച്ചനുഗ്രഹിച്ചാട്ട് യേശു തമ്പുരാന്റെ നാമത്തില് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുന്ന് കേൾക്കുമാറാകണമേ. നമ്മുടെ മാസിക അനുഗ്രഹത്തിനായിട്ട് നമുക്ക് 19-ാം സങ്കീർത്തനം വാക്യപ്പെടുക. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലും വാക്ക് പൊഴിക്കുന്നു, രാത്രി കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലായിടവും അതിന്റെ അളവ് നൂലും ഭൂതത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണറിൽ നിന്ന് പുറപ്പെടുന്നു, മണവാളിന് തുല്യം, വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവും ആകുന്നു. അതിന്റെ ഉഷ്ണം ഏൽക്കാതെ മറിഞ്ഞിരിക്കുന്നതൊന്നുമില്ല. അടിയന് അവയാൽ പ്രമോദം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നവനാൽ അവ വളരെ പ്രതിഫലമുണ്ട്. തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, നിറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സമാധാന പാവങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാടരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനയുടെ ആയിരിക്കും. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതിനായിട്ട് ജോസഫ് ദേശീയ ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ ആലയത്തിൽ കടന്നു വന്ന് കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്കായി നല്ല സമയത്തെ കർത്താവ് നൽകിയിരിക്കുകയാണ്. അനേകർക്ക് സാധിക്കാതെ പോയ മഹാഭാഗ്യം. ദൈവസന്നിധിയിലായിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മാരാമൺ ഭദ്രാസനത്തിന്റെ അതിശ്രേഷ്ഠന്മാരും വിസ്തൃതമായ കർത്താവിന്റെ ദാസന്മാരായ പുരോഹിതന്മാര്, ശ്രേഷ്ഠ ദൈവദാസന്മാര്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, സഭയിലെ കൈക്കാരന്മാര്, സെക്രട്ടറി, അതോടൊപ്പം തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഇപ്പോൾ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല എന്ന വചനപ്രകാരം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നമ്മൾക്ക് കിട്ടിയ മഹാഭാഗ്യവും അതിനുള്ള ഒരു അനുഗ്രഹവുമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ 38 ആണ്ട് ബെഥാസ്ദ കുളത്തിന്റെ പടവിൽ അല്ലെങ്കിൽ കരയിൽ കിടന്നവൻ അനേകരുടെ സൗഖ്യം കണ്ടിട്ടും തനിക്ക് സൗഖ്യമാകാൻ സാധ്യമാകാതെ, കാരണം അതാത് സമയത്ത് ഒരു ദൂതൻ വന്ന് വെള്ളം കലക്കും. അപ്പോൾ വ്യാധി പിടിച്ചവർ ആരായിരുന്നാലും ആദ്യം ഇറങ്ങുന്നവർക്ക് സൗഖ്യം. അപ്പോൾ ഹല്ലേലൂയ, അങ്ങനെ കിടക്കുന്ന
ആ 38 ആണ്ട് കിടക്കുന്ന ആ രോഗിയുടെ സമയത്തേക്ക് കർത്താവിന്റെ ഹല്ലേലൂയ സാന്നിധ്യം ഉണ്ടാകുന്നു. അവനോട് പറയുന്നു, നോക്കുക, ഹല്ലേലൂയ, കർത്താവിനെ ഒന്ന് നോക്കണം. അത് നമുക്ക് നോക്കുവാൻ കിട്ടിയ അവസരം. നോക്കൂ, നിനക്ക് സൗഖ്യമാകുവാൻ എന്താണ് മനസ്സുണ്ടോ? അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ മനസ്സുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ നമ്മെ ദൈവം കൂട്ടിവരുത്തി ദൈവസന്നിധിയിലായിരിക്കും എന്താ കർത്താവ് നമ്മെ സഹായിച്ചിരിക്കുകയാണ്. ഇന്നത്തെ കൂടിവരവ് അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥന അനുഗ്രഹമാക്കി തീർക്കുവാൻ ഹല്ലേലൂയ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മാസയോഗത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിലുപരിയായി ഇന്നത്തെ പകൽക്കാലം ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ജോയിസ് സാറിന്റെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനപൂർവ്വം ദൈവസന്നിധിയിലേക്ക് ഹൃദയങ്ങളെ ഉയർത്തുവീൻ. മഹാപരിശുദ്ധനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആമേൻ. ഹല്ലേലൂയ. മാരാമൺ ഭദ്രാസനത്തിന്റെ പല സഭകളിൽ നിന്ന് കടന്നു വന്ന കർത്താവേ, ഈ കല്ലൂപ്പാറ സഭയിലേക്ക് കടന്നു വന്ന നിന്റെ മക്കളെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഇന്നത്തെ ശുശ്രൂഷ ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്വർഗം അങ്ങയുടെ സിംഹാസനമാണ്, ഭൂമി അങ്ങയുടെ പാദപീഠമാണ്. അങ്ങ് സ്വർഗാദി സ്വരങ്ങളിൽ അടങ്ങാത്ത ദൈവമാണ്. വാസ്തവമായി ഇന്നത്തെ ആരാധന ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി ദൈവമേ നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകര് കർത്താവെ കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ ശുശ്രൂഷകള്, ഇന്നത്തെ വചന ശുശ്രൂഷകള് അനേക വിടുതലുകൾ, അനേക സൗഖ്യങ്ങൾ, അനേക അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു പകൽക്കാലമാക്കി ദൈവമേ നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ സഭകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന കർത്താവിന്റെ വിലയേറിയാതെ അഭിഷക്തന്മാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാം ദൈവമേ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ നീ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭാപ്രവർത്തകരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ ദൈവമേ നീ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീണ്ടും കടന്നു വന്ന ജനങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാം ദൈവമേ നീ അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. വിശേഷായിട്ട് ഈ സഭയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇങ്ങനെ ഒരു മാസയോഗം ക്രമീകരിപ്പാൻ ഈ സഭയെ നീ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഈ സഭയിലുള്ള എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മാരാമൺ ഭദ്രാസനത്തിന്റെ അധിപനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ അനുഗ്രഹിക്കണേ, കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, ആംഗ്ലിക്കൻ സഭയുടെ മെത്രാപോലീസത്തെ ഓർത്തുകൊണ്ടും പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെയും കർത്താവെ അത്ഭുതകരമായ സൗഖ്യം വിടുതലും നിയമം നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷ അനുഗ്രഹിച്ചാട്ടെ യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. വീണ്ടും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. നമ്മുടെ ഭദ്രാസന ബിഷപ്പ് അമേരിക്കയിലാണ്. ബിഷപ്പിനും കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠന്മാരായ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂൾ ചർച്ച് കമ്മിറ്റി എല്ലാം മാതൃകരമായി കർത്താവിന്റെ സഭയുടെ പ്രവർത്തനം നടത്തുവാൻ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കേണ്ടതിനായി, അതിലുപരിയായി ഇന്ന് ഹല്ലേലൂയ മാസയോഗത്തിന് വേണ്ടി കടന്നു വന്ന ദൈവമക്കളെ ഏവരെയും നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഇതെല്ലാം വഹിച്ചുകൊണ്ട് ഇപ്പോൾ റെജി സാറ് പ്രാർത്ഥിക്കും. റെജി വി ജോൺ സാർ പ്രാർത്ഥിക്കാം. മഹത്വം എല്ലാ കണ്ണുകളിലും അടച്ച് ഒരിക്കൽ കൂടി നമ്മുടെ ആത്മമണ്ഡലം കർത്താവിലേക്ക് ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. വലിയ രാജ്യം, വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിന്റെ സ്തോത്രം എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും ആമീൻ കർത്താവേ ഹല്ലേലൂയ ഭരിക്കുന്ന ഭരണകർത്താക്കളെ അതുപോലെ തന്നെ നമ്മുടെ മിലിറ്ററി വിഭാഗത്തെ ഒക്കെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സഭകളെ, നമ്മുടെ യൂത്ത് ലീഡർഷിപ്പ്, മാതൃസംഘം, ഭദ്രാസനം, വൈദിക ശ്രേഷ്ഠന്മാര്, ദൈവദാസന്മാര് ഒക്കെ ഈ നാടുകളിൽ വലിയ പ്രവർത്തനങ്ങൾക്ക് ആയിത്തീരേണ്ടതിന് ദൈവത്തിന്റെ സഹായം ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു മനസ്സോടെ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, വീണ്ടെടുക്കപ്പെട്ട നല്ല സമയത്തിനാ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ മാസത്തിൽ ഒരുമിച്ച് കണ്ട് കർത്താവിനെ ആരാധിച്ചു. ഈ മാസത്തിൽ ഒരുമിച്ച് മുഖാമുഖമായി കണ്ട് തോളോട് തോള് ചേർന്നിരുന്ന് രണ്ടുകൊണ്ട് കാൽമുടി രണ്ടുകൊണ്ട് പറന്ന്
ചേർന്ന് ഒരുവൻ സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയുവാൻ തക്കതുപോലെ ഇന്ന് പാലക്കാട് ഞങ്ങൾ ഓരോരുത്തരുടെ മേലും വാഴ്ത്തത്വമുള്ള പരിശുദ്ധാത്മാവിനെ ആമേൻ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലത്ത് സർവ്വജടത്തിനും വേണ്ടി ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്നുള്ള ദൈവികമായ വാഴ്ത്തത്വം ഇന്ന് പാലക്കാടൻ കർത്താവേ ഞങ്ങളെ അവിടെ അനുഗ്രഹിച്ചുകൊള്ളുമാറാകണം. അതെ, സങ്കീർത്തനക്കാരനോട് വിടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ എന്റെ വായിലെ വാക്യങ്ങളും എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളും ഇന്ന് പാലക്കാലം ഗ്രഹിക്കണമേ. എന്റെ ധ്യാനത്തെ നീ ശ്രദ്ധിക്കണമേ, എന്റെ വാക്കുകളെ നീ ശ്രദ്ധിക്കണമേ എന്ന് ഇന്ന് പാൽക്കാലം ദൈവ ആലോചന ഞങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. ആകയാൽ ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങളുടെ എല്ലാ വിഭാഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരും പിന്മാറ്റത്തിൽ പോകാതെ മുൻപോട്ട് യാത്ര ചെയ്യുന്ന പൗലോസ് പറഞ്ഞതുപോലെ എന്റെ പിൻപിലുള്ളതിനെ ഞാൻ മറന്ന് മുമ്പിൽ വെച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നോക്കി ഓട്ടം തികച്ചു വിശ്വാസം കാത്ത് എനിക്ക് ജീവന്റെ കിരീടം എനിക്ക് പ്രാപിക്കണം, അത് ആ നാളിൽ കർത്താവ് എനിക്ക് തരുമെന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടി കടന്നു പോവാൻ ഞങ്ങൾക്ക് ദൈവസഭയാകുന്ന ആ മരമൺ ഭദ്രാസനത്തെ മുറ്റുമായി ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ആർച്ച് ബിഷപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമോ മാനസികമായിട്ട് ക്ഷീണാവസ്ഥയിലായിരിക്കുന്നുവല്ലോ, എങ്കിലും കാലേബ് പറയുകയാണ് 40-ാമത്തെ വയസ്സിൽ കനാൽ ദേശം ഉറ്റുനോക്കുവാൻ ഞാൻ കടന്നുപോയി. എനിക്ക് 85 വയസ്സുണ്ട്, ഇന്നും ഞാൻ 40 വയസ്സുള്ള പോലെ ഇരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പറയുവാൻ തക്കതുപോലെ ഞങ്ങളുടെ ആർച്ച് ബിഷപ്പിനെ കർത്താവെ ശരീരമട്ടുള്ള എല്ലാ ക്ഷീണാവസ്ഥകൾക്കും വിടുതൽ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാജ്യങ്ങളും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികളെയും ദൈവം മുൻപാകെ സമർപ്പിക്കുന്നു കർത്താവെ. അതിർത്തിയിൽ ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഞങ്ങളുടെ മിലിറ്ററിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. തോൽവി ഞങ്ങൾക്ക് ഇല്ലല്ലോപ്പാ. ഞങ്ങളുടെ രാജ്യം ജയിച്ചു മടങ്ങുവാൻ ദൈവം സഹായിക്കണമേ. രാജ്യത്ത് വലിയ സമാധാനവും സന്തോഷവും ഉളവായി വരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണം. ലോകത്തിന്റെ ചിന്തയല്ല, സ്വർഗത്തിൽ ദൈവം നിയന്ത്രിക്കുന്നുവല്ലോ, അവിടുന്ന് എല്ലാം അറിയുന്നില്ല കർത്താവെ. സർവത്തിന്റെ സമാധാനത്തിന്റെ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഭാ വിശ്വാസികൾക്കായി ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്റെ കുഞ്ഞുങ്ങളെ നിരാശയോടെ മടങ്ങിപ്പോകരുത്. അവിടെ ജീവിതത്തിൽ നിന്ന് വലിയ അവരുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും കർത്താവിനെ ശ്രദ്ധ വെച്ച് കേൾക്കുമാറാകണമെന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം കർത്താവെ സുവിശേഷം അറിയിക്കുന്ന ദൈവ അഭിഷിദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്മാരുമായി വിടർക്കുമ്പോൾ എന്താ ഏത് എങ്ങനെ പറയണമെന്ന് വിചാരിക്കാതെ ആ നാഴികയിൽ തന്നെ സ്വർഗത്തിലെ ആത്മാവ് തന്റെ കുഞ്ഞുങ്ങളുടെ നാവിന്മേൽ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗഗ്രഹത്തിൽ ഞങ്ങൾക്കായി ഇന്ന് പകൽക്കാലം ഒരുക്കി വെച്ചിട്ടുള്ള ദൈവത്തിന്റെ ആലോചന, ദൈവഗ്രഹത്തിലെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ അങ്ങയുടെ അഭിഷിദ്ധന്മാരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ കുഞ്ഞുങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിച്ചാട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് കർത്താവിന്റെ ഭദ്രാസനം ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാസനമായി മാറുവാൻ നിങ്ങളുടെയും പരിവാസികളുടെ നടുവിൽ നിന്നും ഞങ്ങളെ മേശയൊരുക്കി തരുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിവില്ലായ്മയെ വന്നു ഓരിക്കുന്ന ബലഹീനാകൃത്യ ലംഘനങ്ങളെ ക്ഷമിച്ച് കർത്താവേ ഇപ്പോൾ ഞങ്ങളുടെ വാക്കുകളെ കേൾക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനങ്ങളെ ശ്രദ്ധിക്കണം. സർവ്വമഹത്വവും ദൈവം എടുക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന കൂട്ടായ്മ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ എസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ മുട്ടോളമല്ല അരയോളമല്ല ഹല്ലേലൂയ മുങ്ങേ ഹല്ലേലൂയ നീന്തി തുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും അതോടൊപ്പം തന്നെ ഹല്ലേലൂയ നമ്മളുടെ ഇന്നലത്തെ ആ പ്രാർത്ഥന കൂട്ടായ്മ ഹല്ലേലൂയ നമ്മുടെ സഭകൾക്കൊരു അനുഗ്രഹമായി തീർക്കുന്ന ദൈവകൃപ വ്യാപരിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന ദൈവമക്കളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പാപികൾ മാനസാന്തരപ്പെടണം, പിന്മാറ്റക്കാർ തിരിച്ചു വരണം, രോഗികൾ സൗഖ്യമാകണം, അത്ഭുത വിടുതൽ നടക്കണം. അതിനായി നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. കാരുണ്യവാനും നിത്യനും നീതിമാനുമായ കർത്താവേ ഹല്ലേലൂയ, അവിടുത്തെ തിരുനാമത്തിൽ മഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. വീണ്ടും കർത്താവേ അവിടുത്തെ സന്നിധിയിൽ ഹല്ലേലൂയ കടന്നു വന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി അവിടുത്തെ ദാസന്മാരെ ശക്തിപ്പെടുത്തണമേ. തിരുക്കരം കൂടെ ഇരിക്കണം, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. Etra
മാസയോഗം 2025 മൂന്നാമത്തെ മാസയോഗമാണ്. ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ കടന്ന് എല്ലാവരും കരമുയർത്തി സ്തുതിച്ചാട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് വചന ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത് മണർകാട് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന തോമസ് സ്വദേശിയാണ്. ഇന്ന് കേൾക്കുന്ന വചനം എന്നോടായിരിക്കണമേ, എൻ്റെ ഭവനത്തോടായിരിക്കണമേ എന്നുള്ള ചിന്തയോടെ, പ്രാർത്ഥനയോട് നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ആയിരിക്കാം. വചന ശുശ്രൂഷയ്ക്കായിട്ട് തോമാവദേശിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ശാബത്തിന്റെ 10 മണി കഴിഞ്ഞ സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കല്ലൂപ്പാറ ദേവാലയത്തിൽ മാസിയോട് യോഗത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന് ദൈവസന്നിധിയിൽ നിൽപ്പാൻ ദൈവം ഇടയാക്കിയതോർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാര് 4 പേര് ഇവിടെ ഉണ്ട്. ബാക്കിയും കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന എൻ്റെ കൂട്ടു സഹോദരങ്ങള്, സഭാവിശ്വാസികളെ, വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കളെ, അരമണിക്കൂറാണ് ദിവസത്തിൽ എനിക്ക് നൽകി തന്നിരിക്കുന്ന സമയങ്ങൾ. ഞാൻ പലപ്പോഴും പരിഭവം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സമയം ലഭിക്കുന്നില്ല. കാരണം 10 വർഷക്കാലമായി ദൈവവേലയുടെ മുഖത്ത് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 52 ഞായറാഴ്ച ദേവാലയങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സംസാരിച്ച ഒരു വചനം രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ദൈവം എന്നെ ഇടയാക്കിയിട്ടില്ല. പുതിയത് കണ്ടെത്തി 1 മണിക്കൂർ 1.5 മണിക്കൂർ ദൈവസന്നിധിയിൽ നിൽപ്പാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു പോകാനായിട്ട് ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളൊരു പരസ്യയോഗമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. പല വിവിധ സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ സന്നിധിയിൽ മാറ്റമില്ലാത്ത തിരുവചനത്തെ ദേശത്തോട് അറിയിപ്പാൻ വലിയവനായ ദൈവം എന്നെ ഒരുക്കുന്ന ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മുഖപുര പറഞ്ഞ് ധരിപ്പിക്കുന്നില്ല. കടന്നു വന്ന എല്ലാവരും ദൈവവേലയുടെ മുഖത്ത് നിൽക്കുന്നതിന് വേണ്ടി ദൈവമക്കളെല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തും. മണർകാട് സഭയിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. എൻ്റെ ദേശം വട്ടമലയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്കൊരു വേദവാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിന്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. 2-ാം പ്രാവശ്യം ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീരധ്വനി ഊതണം. സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി ഊതുന്നത് അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ആകുന്നു കാഹളം ഊതേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതണം. അവ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ജ്ഞാപകമായിരിക്കും. യഹോവയായി ഞാൻ നിങ്ങളുടെ ദൈവമാവുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കും. കർത്താവേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗം വാഴ്ത്തി നുറുക്കി കർത്താവേ ഞങ്ങൾക്ക് നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വാഴ്ത്തി നുറുക്കി അടിയങ്ങൾ ഒരുമിച്ച് ഭക്ഷിച്ച് ബലം പ്രാപിച്ച് ഇപ്പോൾ കാലം മടങ്ങിപ്പോവാൻ സ്വർഗം സഹായിക്കണമേ. ബലഹീനാടിയൻ അവിടുത്തെ സന്നിധി നിൽക്കുന്നു, സ്വർഗം ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ വായിച്ചാൽ നിർത്തി വായിച്ചു തരണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, വെള്ളി കൊണ്ട് 2 കാഹളമുണ്ടാക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മറ്റൊരു ലോകവും വേണ്ട. മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കി മരുഭൂമി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മോശയോട് ദൈവത്തിന്റെ കൽപ്പന,
നീ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. മറ്റൊരു ലോകം വേണ്ട, വെള്ളി കൊണ്ട് മാത്രം 2 കാഹളം ഉണ്ടാക്കണം. എന്തിനു വേണ്ടി? ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. താഴോട്ട് വായിച്ച് ഹല്ലേലൂയ. സഭയെ കൂട്ടുന്നതിന് വേണ്ടി. വായിച്ചാട്ടോ. അടിപ്പ് പണിയായി നീ അതിനെ ഉണ്ടാക്കണം. അവയെ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകണം. അവ ഊതുമ്പോൾ സഭ മുഴുവൻ സമാഗമന കൂടാരത്തിന്റെ അടുക്കൽ കൂടണം. വായിച്ചേ. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിന്റെ സഹസ്രാധിപന്മാരായ പുരോഹിതന്മാർ നിന്റെ അടുക്കൽ കൂടണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ പുറപ്പെടണം. വായിച്ചേ. രണ്ടാം പ്രാവശ്യം ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ പുറപ്പെടണം. ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീരധ്വനി ഊതണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. സഭയെ മോശയോട് ദൈവത്തിന്റെ കൽപ്പന, സഭയെ കൂട്ടുവാനും സഭയെ നയിപ്പാനും പാളയങ്ങൾ പുറപ്പെടുവാനുമായിട്ട് നീ 2 കാഹളം ഉണ്ടാക്കണം. എവിടുന്നാണ് ഈ കാഹളം ഉണ്ടാക്കുന്നത്? ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഈ കാഹളം ആരാണ് കാഹളം ഊതേണ്ടത്? എവിടുന്നാണ് ഈ കാഹളം? ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയില് കാഹളം ഊതുന്നതിന് വേണ്ടി വെള്ളി കൊണ്ട് നീ 2 കാഹളം ഉണ്ടാക്കണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പുറപ്പാട് പുസ്തകം 38 25 28 വരെയുള്ള വാക്യങ്ങൾ എളുപ്പം വായിച്ചു. സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 100 നിർത്തി വായിക്കണേ. ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 100 താലന്തും 1775 ശെക്കേലും ആയിരുന്നു. 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ളവര് ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിന് 6,35,550 പേരിൽ ഓരോരുത്തന് ഓരോ ബെക്ക വീതമായിരുന്നു. ഇതിന്റെ കണക്ക് എവിടെയാണ് ശരിയായിട്ട് കിടക്കുന്നത്? നമുക്ക് മടങ്ങി വരാം. പുറപ്പാട് പുസ്തകം 30 11 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കുമ്പോൾ അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ മറ്റ് ജാതിക്കാർക്കുണ്ടാകുന്ന ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എത്രയാണ്? 18 വായിച്ചേ. എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശെക്കേൽ വെള്ളി ദേവാലയത്തിൽ കൊടുക്കണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി പഴയ നിയമ ആരാധന നടക്കുമ്പോൾ പഴയ നിയമ ന്യായപ്രമാണം അനുസരിച്ച് നമ്മുടെ ജീവന്റെ വിലയായി വീണ്ടെടുപ്പ് വില 1/2 ശെക്കേൽ വെള്ളി 20 കേര. ഹല്ലേലൂയ. 1/2 ശെക്കേൽ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. 1/2 ശെക്കേൽ വെള്ളി വീണ്ടെടുപ്പ് വിലയായി 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവര് ദേവാലയത്തിൽ കൊടുക്കണം. അത് ദേവാലയത്തിലെ തൂക്കപ്രകാരം വേണം നമ്മൾ കൊടുക്കാൻ. എന്നാ ചിലർ പള്ളികൾ ചിന്തിക്കുക, ഹല്ലേലൂയ, എനിക്ക് ഹല്ലേലൂയ കുറെ ഉണ്ടല്ലോ, ഹല്ലേലൂയ, അതുകൊണ്ട് ഞാൻ ധനവാൻ അങ്ങ് ചിന്തിക്കുക, 1 ശെക്കേൽ ഞാൻ അങ്ങ് കൊടുക്കാമെന്ന് ചിന്തിച്ചാൽ അത് ഇവിടെ വേണ്ട. ചിലർക്ക് അയപ്പൻ ത്രാശുണ്ട്, ചിലർക്ക് മുറുകിയ ത്രാശുണ്ട്. ധനവാൻ അങ്ങ് വിചാരിക്കുക 1/2 ശെക്കേൽ എനിക്ക് എന്തുള്ളു, അതുകൊണ്ട് 1 ശെക്കേൽ അങ്ങ് കൊടുക്കാമെന്ന്
ചിന്തിച്ചാല് അതും ഇവിടെ വേണ്ട. ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത തോമസ് ഉദ്ദേശിച്ച് പറയാ, എനിക്ക് ആലീസിനും കൂടെ 1/2 ശെക്കല് ഞാൻ അങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും ഇവിടെ വേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദേവാലയത്തിലെ തൂക്കപ്രകാരം 1/2 ശെക്കല്. ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണ്? ധനവാന്റെ വീണ്ടെടുപ്പും ദരിദ്രന്റെ വീണ്ടെടുപ്പും ദൈവസന്നിധിയിൽ ഒരുപോലെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിയമം വെച്ചിരിക്കുന്ന നിന്റെ വീണ്ടെടുപ്പ് വില 1/2 ശെക്കല് ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കണം. ഈ ആളുകൾ കൊടുക്കുന്ന വെള്ളി കൊണ്ട് വേണം നിങ്ങൾ കാഹളമുണ്ടാക്കുവാൻ. കാഹളം എവിടുന്നാണ് ഊരിത്തിരിയുന്നെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുന്ന 1/2 ശെക്കല് വെള്ളി കൊണ്ട് വേണം നീ കാഹളമുണ്ടാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുപ്പാൻ. അവിടെയാണ് കാഹളം ഊരിത്തിരിയുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇതാരാണ് കാഹളം ഊതേണ്ടത്? ഹല്ലേലൂയ. ലേവി ഗോത്രക്കാരൻ വേണം കാഹളം ഊതുവാൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ കാഹളം ഊതുവാൻ ദൈവം ഏൽപ്പിച്ചവർക്ക് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയില് കാഹളം ഊതുവാനായിട്ട് ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ലേവി ഗോത്രത്തിന് വല്ല അർഹതയുമുണ്ടോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരർഹതയുമില്ല. ചാപം പിടിച്ച ലേവി ഗോത്രം, അല്ലെങ്കിൽ ദൈവത്തെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ചാപം വാങ്ങിച്ച ലേവിയെ എന്തിനാണ് എന്റെ ദൈവം തെരഞ്ഞെടുത്തത്? ഹല്ലേലൂയ. അതിന്റെ പിമ്പില് ഒരു വലിയ ചരിത്രമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഈ കാഹളം ഊതുവാനായിട്ട് ഹല്ലേലൂയ നാളെ ലേവി ഗോത്രത്തെ തെരഞ്ഞെടുത്ത് നമ്മൾ ആദ്യം വായിച്ച തിരുവചനത്തിന്റെ 8 മുതൽ താഴോട്ടൊന്ന് വായിച്ച്. സംഖ്യാപുസ്തകം 10 അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരാകുന്നു കാഹളമൂതേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അഗ്രഹഗ്രഹത്തില് ഊതുവാൻ എന്താണ്? അവർക്കുള്ള ദൈവസന്നിധിയിലുള്ള കാര്യം ശപിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. എങ്കിലും എന്തിനു വേണ്ടി? ഈ ലേവി ഗോത്രത്തെ ദൈവം തെരഞ്ഞെടുത്ത. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ വിളിച്ച് ലേവിയെയും ശിമെയോനെയും ഒക്കെ വിളിച്ച് പുറപ്പാട് പുസ്തകം 49 ഉൽപ്പത്തി പുസ്തകം 49 വിളിച്ച് അവരോട് വായിച്ചു. കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ വന്ന് കേൾപ്പീൻ. നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. ഇസ്രായേലിന്റെ വാക്കിന് ചെവി തരുവീൻ. പറഞ്ഞേ വായിച്ചേ. രൂബേനെ, നീ എന്റെ ആദ്യജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ വൈശിഷ്ട്യവുമായ ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവുമായവനെ ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. നീ എന്ത് ചെയ്യില്ല? ദൈവസന്നിധിയിൽ വായിച്ചേ. രൂപനെ നീ ശ്രേഷ്ഠനാകുകയില്ല. ആദ്യ മകനെ വിളിച്ചു പറയാം നീ ശ്രേഷ്ഠനാകില്ലെന്ന് യാക്കോബ് പറയാ. പ്രിയമുള്ളവരെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എനിക്ക് സഭാ മുമ്പാകെ ഹല്ലേലൂയ മാതാപിതാക്കളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, നമ്മൾ വീട്ടിൽ കിടന്ന് മരിക്കുവാനായിട്ട് ദൈവമക്കൾ ആഗ്രഹിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഞാൻ വീട്ടിൽ കിടന്ന് മരിക്കണം. മരിക്കുന്ന സമയത്ത് തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് അനുഗ്രഹിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നവരായിരിക്കണം. എങ്കിലേ തലമുറ ഭൂമിയിൽ അനുഗ്രഹിക്കത്തുള്ളൂ. രൂപനെ വിളിച്ച് യാക്കോബ് പറയാ നീ ശ്രേഷ്ഠനാകുകയില്ല. എന്താ അതിന് കാരണം? ഹല്ലേലൂയ. രൂപന് അപ്പന്റെ കിടക്കയെ മലിനപ്പെടുത്തി. ഹല്ലേലൂയ. ലേവിയും ശിമെയോനെയും ശപിക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ടുപേരും കൂടെ ഒരു വീരകൃത്യം ചെയ്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യാക്കോബിന് ഒരു മകളുണ്ട്. മകളുടെ പേരെന്താണ്? ദീന. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യാക്കോബിന് ശപിപ്പാനായിട്ടുള്ള കാരണമാ വരുന്നത്. ഹല്ലേലൂയ. ഈ യാക്കോബിന്റെ മകള് ഹല്ലേലൂയ 2 ബാക്കിയുള്ളവരുടെ പേരിന് അവൾ ഒരിക്കൽ വീട് വിട്ട് ഇറങ്ങിപ്പോയി. കനാൻ ദേശത്ത് കനാന്യരെ കാണുന്നതിന് വേണ്ടി നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച്, ഇന്ന് പെൺപിള്ളാര് നമ്മുടെ പുറത്ത് കാണുന്നത് പോലെ അതിനേക്കാൾ അപ് ടു ഡേറ്റ് ഡ്രസ്സുമൊക്കെ ധരിച്ച് യെരൂശലേമിലേക്ക് കടന്നു പോയിച്ച് അവള് നേരം പോയിട്ട് വന്നില്ല വീട്ടിൽ. പിതാവ് ഇങ്ങനെ യാക്കോബ് ഇങ്ങനെ നോക്കിയിരിക്കുക.
നമ്മളാണെങ്കിലും ആളുകളെ മനസ്താപപ്പെടുകയല്ല, നമുക്കും പ്രയാസം തോന്നുകയും നമ്മുടെ വീട്ടിൽ നിന്നൊരു കുഞ്ഞിറങ്ങിപ്പോയിട്ട് രാത്രിയായിട്ടും ഭവനത്തിൽ വന്നില്ലെന്ന് കാണുമ്പോൾ ഇങ്ങനെ വഴി നോക്കിയിരിക്കുമ്പോൾ 3-4 ചെറുപ്പക്കാരങ്ങോട്ട് കയറി ചെന്നേച്ച് എടാ കുഞ്ഞങ്ങോട്ട് വന്ന് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ച് ഉടനെ പറഞ്ഞു, ഉണ്ട് അത് പറയാനാ ഞങ്ങൾ വന്നത്, അവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ട്, അവരെ ഞങ്ങൾക്ക് അങ്ങ് പിടിച്ചു പോയി, അതുകൊണ്ട് അപ്പച്ചനൊരു കാര്യം ചെയ്യണം, അവിടെ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു തരണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എടാ അത് പെട്ടെന്നൊന്നും നടക്കത്തില്ല, നിങ്ങൾ ഞങ്ങളുമായിട്ട് ഒരു ബന്ധം വേണമെങ്കിൽ അതിന് ചില കാര്യങ്ങളൊക്കെ നടന്നെങ്കിൽ നമ്മൾക്ക് കുടുംബ ബന്ധമാകാനൊക്കെ ഉള്ള പരിച്ഛേദനാകർമ്മം നടത്തണം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കാകളം ഊതുവാൻ ഇവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വേറൊരു ചരിത്രമുണ്ട്. ഹല്ലേലൂയ. എന്താണ്? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ചെങ്കടലുമൊക്കെ കടന്ന് അവർ വിശ്രമിക്കുമ്പോൾ മഹത്വാനായ ദൈവം മോശയെ വിളിച്ചു, മോശെ അവർക്ക് പുത്തൻ പ്രമാണങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി മോശ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോയി. 40 ദിവസം മോശ ദൈവവുമായി മഹാദൈവത്തിന്റെ സന്നിധിയില് മഹായോഗത്തിന് കടന്നുപോയിരിക്കുമ്പോൾ മിസ്രയീം ജനം അഹരോനോട് പറഞ്ഞു, അഹരോനെ മോശ പോയിട്ട് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങളെ നടത്തുവാൻ ഞങ്ങൾക്കൊരു നേതാവിനെ വേണം. അതുകൊണ്ട് ഹല്ലേലൂയ. അഹരോൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും, ഏത് ദേവനെ തരുമെന്ന് ചോദിച്ച് ഏതായാലും പെട്ടെന്നൊരു ബുദ്ധി വന്ന് അഹരോൻ പറഞ്ഞു, നിങ്ങളുടെ കാതി കിടക്കുന്നതും നിങ്ങളുടെ കാൽത്തളയും ഹല്ലേലൂയ നിങ്ങളുടെ കുണുക്കും കാപ്പും എല്ലാം കൂടെ ഉരുത്തരാൻ പറഞ്ഞു അങ്ങോട്ട് കൊടുത്തേച്ച് ഹല്ലേലൂയ ഒരു വാർത്തുണ്ടാക്കി 4 കാലും 1 വാലുമുള്ള ഒരു ദൈവത്തെ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം അനാച്ഛാദനം ചെയ്ത് എല്ലാവരും ഹല്ലേലൂയ. ഇവരോടൊപ്പം ലേവിയും ശിമയോനും ഉണ്ട്. ഇവരും മനസ്സോട് ഇവരോടൊപ്പം കിടന്നിന് വല്ലപ്പോഴും ഒന്ന് കൈയൊക്കെ അടിച്ച് ഇവര് തുള്ളിച്ചാടുകയെ അവരുടെ പുതിയ ദൈവത്തെ കണ്ട്. ഹല്ലേലൂയ. മഹത്വനായ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നുപോയ മോശ ഹല്ലേലൂയ അഗ്നിമയമായ അഗ്നിയിൽ എഴുതിയ അക്ഷരവും ഹല്ലേലൂയ പലകയുമായി നിയമം എഴുതിക്കൊടുത്ത പലകയുമായി താഴോട്ട് വരുമ്പോൾ പാളയത്തിന്റെ അടിവാരത്ത് ഹല്ലേലൂയ ഒരു വലിയ ഉത്സവം നടക്കുന്നതായിട്ട് അവർക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. മോശ ചിന്തിച്ചപ്പോ ഇത് ജയിച്ച പടയുടെ ആരവമല്ല, ഇത് തോറ്റോടിയ പടയുടെ ആരവാരമല്ല, പിന്നിതെന്താണ് പ്രതിഗാനമെന്ന് ചിന്തിച്ച് യോശുവയും മോശയും കൂടെ കടന്നു വരുമ്പോൾ പാളയത്തിന്റെ പുറത്ത് ഒരു പ്രേഷാൻ വർഷിപ്പ് നടക്കുകയാ. ഹല്ലേലൂയ. മൂപ്പൻ സഹിതം നിന്ന് കാളക്കുട്ടിയുടെ മുന്നേ കിടന്ന് തുള്ളിച്ചാടുമ്പോൾ ദൈവം എഴുതിക്കൊടുത്ത അഗ്നിമയമായ അക്ഷരങ്ങള് എഴുതിക്കൊടുത്ത വലകയും നിയമങ്ങളും എറിഞ്ഞുടച്ചുകൊണ്ട് മോശ തിരിഞ്ഞിങ്ങോട്ട് വന്ന് ഹല്ലേലൂയ ആരുണ്ടാ യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒതുങ്ങി നിന്ന് വല്ലപ്പോഴും ഒക്കെ കൈയടിച്ചിരുന്ന ലേവിയും ശിമയോനും അച്ഛാ ഞങ്ങളുണ്ട്, ഞങ്ങൾ ചാടുകയാന്ന് പറഞ്ഞ് അവര് മറുകണ്ഠം ചാടി മോശയുടെ കൂടെ നിന്ന് ദൈവത്തിന് നന്ദിയോടെ ഞാൻ ഇനി യജമാനെയും എന്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിച്ചു ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ദേവാലയത്തിന്റെ കട്ടിളപ്പടിയോട് ചേർത്ത് നിർത്തി ഒരു സൂചിയെടുത്ത് അവന്റെ കാത് കുത്തിക്കിഴിക്കും. അവൻ എന്നേക്കും യജമാനന് ദാസനായി തീരുകയാണ്. നമ്മൾ ഇന്ന് പുറത്തോട്ട് നോക്കിയാൽ അനേക യൗവനക്കാര് കാത് കുത്തി മുന്നോട്ട് നടക്കെ. എനിക്ക് അവരോട് പറയാനായിട്ടുള്ളത്, നീ യജമാനന് ദാസനാ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇതേതാണ്ട് മഹത്വമുള്ള കാര്യമൊന്നും പറഞ്ഞാണ് നമ്മുടെ കുഞ്ഞുങ്ങള് കാതുകുത്തിക്കൊണ്ട് നടക്കുന്നത്. ഞങ്ങളുടെ ആരുടെയും കാതുകുത്തിയവരല്ല പ്രിയമുള്ളവര്, നാളെ കുത്തത്തുമില്ല. ഹല്ലേലൂയ. നിന്റെ ഭാര്യ നിനക്ക് വേണോ? നിന്റെ കുഞ്ഞുങ്ങളെ നിനക്ക് വേണോ? യോവേൽ സംവത്സരത്തിൽ 50-ാം ദിവസം കാകളം മുതുമ്പോൾ നീ ഈ കാകൾ നിന്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ യജമാനന് ദാസനായി തീർന്നേ മുന്നോട്ട് കടന്നു പോകാനൊക്കെ ഉള്ളു. ചിന്തിച്ചു നോക്കാട്ട് ഇന്നും ഭൂമിയില് യജമാനൻ ദാസരൂപേണയാണ് ഈ അടുത്ത നിമിഷം വരെയും ഭൂമിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിന്റെ ഭാര്യയെ വേണോ? നിന്റെ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ ദേവാലയത്തിൽ നിന്നെ കൊണ്ടുപോയി കട്ടിളപ്പടിയോട് ചേർത്ത് നിർത്തി നിന്റെ കാത് കുത്തിക്കിഴിച്ചു കഴിയുമ്പോൾ നീ ഹല്ലേലൂയ യജമാനന്
എന്നേക്കും അടിമയാണ്. എന്നാൽ അനേകര് കാഹളമൂതുന്ന സമയത്ത് ആള് നുകക്ക് കയറി ഒടിച്ചു കളഞ്ഞ് നുകത്തെ ഒടിച്ചു കളഞ്ഞിട്ട് അവര് 50-ാം ദിവസത്തില് കാഹളമൂതുമ്പോൾ അവര് ഹല്ലേലൂയ അവർ സ്വന്തം ഭവനത്തിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ദൈവവൈതലേ, നമ്മുടെ മുമ്പിൽ 6 ദിവസത്തെ ജീവിതം ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ഒരുക്കി തന്ന് 6 ദിവസം കൊണ്ട് ഇവിടെ തീരുകയാ. 7-ാമത്തെ ദിവസം ദൈവം സ്വസ്ഥത നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്രമിപ്പാനായിട്ട് ഹല്ലേലൂയ ദൈവമക്കൾ ഒരുങ്ങണം. ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരുങ്ങിയില്ല എങ്കിൽ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യത വെറുതെ അങ്ങ് ചെന്ന് വിശ്രമിക്കാമെന്ന് ആരും ധരിക്കണ്ട. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിന് ദൈവം ഭൂമിയിൽ നമുക്കൊരു ജീവിതം തന്നിരിക്കുന്നത്, ഒരു ജീവൻ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നത് ചില ക്രമമായി ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ സ്വസ്ഥത അനുഭവിപ്പാൻ നമുക്ക് ദൈവത്തിന് മുമ്പാകെ സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവസന്നിധിയിൽ ഈ ശാപത്തിന്റെ പൽക്കാലം കടന്നു വന്ന ദൈവജനമേ, നമ്മെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് ഹിതമാമണ്ണം ഹല്ലേലൂയ മുഖത്തിന് കൈ കൊടുത്തിരിക്കുക. ദൈവത്തിന്റെ സന്നിധിയില് കലപ്പയ്ക്ക് കൈ കൊടുത്തിരിക്കുക. ഇതിൽ നിന്ന് പിന്മാറാൻ നമുക്കൊക്കത്തില്ല. ഉദാസീനതയായിട്ട് നക്കത്തില്ല. ദൈവത്തിന് സന്ധ്യയോട് സ്തോത്രം. അതിനായിട്ട് ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. വിശുദ്ധിയോടും വേർപാടും പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയില് നടന്നെങ്കിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു വിശ്രമം ഒരുക്കിയിരിക്കുന്നതിൽ നമുക്ക് ചെന്ന് വിശ്രമിപ്പാൻ കഴിയത്തുള്ള. പ്രിയമുള്ളവര്, ഹല്ലേലൂയ 50-ാം ദിവസത്തില് ഹല്ലേലൂയ യോബേൽ സംവത്സരത്തിന്റെ കാഹളമൂതുമ്പോൾ ഹല്ലേലൂയ ഈ കാഹളധ്വനി മുഴങ്ങാൻ പോകുകയാ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാളുകളായി നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ തിരുവചനം തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനി 4:16-17-18 കാലാകാലങ്ങളായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. എന്താണ് കാഹളം ഒന്ന് വായിച്ചാട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ നാം മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം അതിനായിട്ടുള്ളതായിരിക്കണം. ഒരുക്കത്തോടുകൂടി അല്പകാലത്തെ ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടുന്ന് മാറ്റപ്പെടുന്നെങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ അധികമായി വകയുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ നിർത്തുന്നതിന്റെ സമയം തീർന്നിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ എനിക്ക് ഈ പ്രഭാതം അച്ഛൻ വിളിച്ച് പറഞ്ഞ് ഒരുക്കത്തോടുകൂടി കടന്നു വരുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ ചില നിമിഷങ്ങൾ നിൽപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും ബലപ്പെടുത്തി ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. സമയം അനുവദിച്ചെന്ന അച്ഛനോടും കർത്തൃദാസന്മാരോടും അച്ഛന്മാരോടുമുള്ള നന്ദി, സഭയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ പകൽക്കാലം ഇവിടെ കടന്നു വരുവാനും പിന്തുടക്കപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് ദൈവസന്നിധിയിലായിരിക്കുവാൻ ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. എൻ്റെയും എൻ്റെ കുടുംബത്തിനു വേണ്ടി വലിയൊരു സഭയ്ക്കും വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷ്യം നിറവേറ്റും. ദൈവനാമത്തിനുണ്ടാകട്ടെ. അഭ്യന്തര പുരോഹിത ശ്രേഷ്ഠന്മാർ, കർത്തൃദാസന്മാർ, ഈ സഭയുടെ ഭാരവാഹികൾ, കടന്നുപോയ വിശ്വാസികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുനാഥന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വേണ്ടി ഒരു പ്രാവശ്യം കൂടി വിശുദ്ധമായിരിക്കുന്ന ആലയത്തിൽ കടന്നു വരുവാനും ആ സുഖത്തിൽ പങ്കെടുക്കുവാനൊക്കെ സ്വർഗ്ഗവന്ദന സ്തോത്രം സ്തുതിക്കുകയാണ്. ഞാൻ ജീവിതത്തിൽ വളരെ സാക്ഷ്യമുള്ളൊരു മനുഷ്യനാണ്. അർഹതയില്ലാത്ത ഒരു ജീവിതത്തിൽ നിന്ന് അർഹനാക്കിയ ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാൻ ജീവിക്കുന്നത്.
കഴിഞ്ഞ മാസം എനിക്ക് കടന്നു വരാൻ സാധിച്ചില്ല. എങ്കിലും യഹോവ എന്നെ ഈ പ്രാവശ്യം എന്നെ എൻ്റെ ദാസിയും വിഷ്ണുമാരിക്കനാലത്തിൽ മാസയോഗത്തിൽ കൂട്ടിവരുത്തുവാൻ ഇടയാക്കുന്ന സ്തുതിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസം ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ വിടുവിക്കുന്ന ദൈവമുണ്ട് എന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2024 ഒരു വർഷക്കാല എൻ്റെ ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മേരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ബാബു സാറാണ് ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷനായിട്ടിരിക്കുന്നത്. സാറിൻ്റെ ദൂത് വിളിച്ചു പറഞ്ഞ്, ഒന്ന് കൃപ കടമായി നിനക്ക് നൽകുന്നു, ഒന്ന് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ നിലയെ ഉയർത്തുവാൻ പോവുകയാണ്. ഞാൻ ആ ദൂതുകളെ ഏറ്റെടുത്ത് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാനൊരു ബിസിനസ്സിന് വേണ്ടി കടയിടുവാനായിട്ട് ലോണിന് അപേക്ഷിച്ചു. എൻ്റെ ദൈവം എനിക്ക് അർഹതയോടുകൂടി തരുവാനിടയായി. ഘട്ടമാണെങ്കിലും ഞാൻ അധ്വാനിക്കുവാൻ മനസ്സുള്ളൊരു വ്യക്തിയായതുകൊണ്ട് ദൈവം എന്നോട് കൂടെയുണ്ട്. നമ്മുടെ നിലകൾക്ക് ദൈവം മാറ്റം തരുന്നു എന്ന് നമ്മുടെ ദൈവദാസന്മാരുടെ ദൂതുകൾ ഏറ്റെടുക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പ്രകാരം ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബുസാറിൻ്റെ ദൂതുകൾ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച്, കടമുണ്ടെങ്കിലും അത് ലഭിക്കുന്ന വഴികൾ എനിക്ക് ദൈവം നൽകുന്നുണ്ട്. പിന്നെ ശാരീരിക ക്ഷീണങ്ങൾ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ ഭാരപ്പെടുമ്പോൾ പ്രയാസപ്പെടും ഞാനും എൻ്റെ കൊച്ചുമയും കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സകല രോഗങ്ങളെയും വിടുവിക്കുന്ന ദൈവം കൂടെയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രകാരം കഴിഞ്ഞ ദിവസം കാലം എനിക്ക് ശാരീരികമായ കാര്യങ്ങളൊക്കെ ചില തളർച്ച പോലൊക്കെ വന്നിരുന്നെങ്കിലും നടക്കാൻ വളരെ പ്രയാസമെങ്കിലും രോഗമായിട്ടൊന്നുമില്ല. ചില പോരുകളാണ് നമ്മളെ അടിച്ചൊതുക്കിയ ബോധ്യമുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയുടെ പ്രാർത്ഥനയോടായിരുന്നു എൻ്റെ ദൈവം എൻ്റെ കാലുകളെ ഉറപ്പിച്ച്. കാരണം ഞാനിത് പറയുന്നത് ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കാല് മുറിച്ച് കളയുവാനായിട്ട് മെഡിക്കൽ കോളേജ് വിധി എഴുതിയതാണ്. വലതുകാല് ശേഷം രക്തോട്ടം നിന്ന ഒരവസ്ഥയിൽ എൻ്റെ യഹോവ എൻ്റെ കാലുകളെ ബലത്തോടെ നിർത്തി എൻ്റെ യേശുവാണ്. ആയതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ചിലപ്പോൾ ഒരു ഭാരം വരും. ഡോക്ടർ നേരത്തെ രക്തോട്ടക്കുറവുള്ളത് കൊണ്ട് ഇപ്പോഴും എൻ്റെ ശരീരത്തിന് എത്ര ശതമാനം രക്തോട്ടമുണ്ട്, എന്നെ ജീവിപ്പിക്കുന്നതിൻ്റെ ദൈവമാണ്. പ്രകാരം പ്രയാസം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഹാർട്ടിന് പ്രയാസം ഉണ്ടാവുമോ, പരിശോധനകളിലൊക്കെ ഒരു കുഴപ്പവുമില്ല, ഒരു പ്രയാസവുമില്ല. എൻ്റെ ശരീരത്തെ ബലപ്പെടുത്തി എൻ്റെ ദൈവം നടത്തുകയാണ്. പ്രകാരം മുമ്പോട്ട് ആത്മീയ ശുശ്രൂഷയിൽ ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന കുമരക സഭയിലാണ്. എൻ്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഫുൾ A+ ജയിച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ 2 ആൺകുഞ്ഞുങ്ങളാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേക കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകാൽ എൻ്റെ മാതൃസഭ നിലമ്പടിഞ്ഞ സഭയ്ക്കും വിശ്വാസികൾക്ക് വേണ്ടി നെടുമലച്ചനാണ്ട് ശുശ്രൂഷ ഏൽപ്പിക്കുന്ന അച്ഛനും വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കണം. എന്നോട് പ്രത്യേക ശുശ്രൂഷയെ അനുദിനം വളർച്ച പ്രാപിക്കുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് വലിയ സാക്ഷ്യത്തിനുള്ള ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠ പുരോഹിതന്മാർ, ഏറ്റവും ബഹുമാന്യനായ ദേവദാസന്മാർ, സഭാവിശ്വാസികളെ, എല്ലാവർക്കും വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് ഈ മാസയോഗത്തിൽ സംബന്ധിക്കാൻ കാരണമായത് എനിക്കറിയാമല്ലോ, ഞാൻ കേന്ദ്ര ഭദ്രാസനത്തിലാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CP സാറിൻ്റെയും നിമിഷ് സാറിൻ്റെയൊക്കെ സഭയിലാണ്. അവിടെ ഈ മാസയോഗങ്ങൾ തുടങ്ങി 4 മാസയോഗങ്ങൾ കഴിഞ്ഞു. ഇതേ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് അവിടെ ഈ മാസയോഗം നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെയും ഇവിടെ മാസയോഗവുമായി സംബന്ധിച്ചുകൊണ്ടാണ് നാരായണ ഭദ്രാസനവുമായി ബന്ധപ്പെടാൻ കഴിയാതിരുന്നത്. എന്നാൽ ഇന്ന് തൃശ്ശൂരായിരുന്നു മാസയോഗം നടക്കേണ്ടത്. അപ്പോൾ അവിടെ ചില സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് ഇന്നത്തെ അത് മാറ്റിവെച്ചതുകൊണ്ടാണ് മാതൃസഭയിൽ എനിക്ക് സംബന്ധിക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മാസയോഗത്തിൽ ദൈവമക്കളുമായി ഒരു പ്രാവശ്യം കൂടി സംബന്ധിപ്പാനും അനുഗ്രഹപ്രദമായ വചനങ്ങൾ കേൾക്കുവാനും സാധിച്ചത് ഏറ്റവും വിലയേറിയ കാര്യമെന്ന് ഞാൻ മുന്നമേ അറിയിക്കുന്നു. ഒരു യഹോവ സഹായിച്ചു, ഇത്രത്തോളം വഴി നടത്തി. ദൈവം വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ അനുഗ്രഹപ്രദമായ വചനങ്ങൾ എടുത്ത് അധികാരിയമായി ഉപയോഗിക്കാൻ തക്കവണ്ണം ദൈവം കരങ്ങൾക്ക് ശക്തി തന്നുകൊണ്ടിരിക്കുന്നു. ശുശ്രൂഷ മണ്ഡലങ്ങളിൽ കർത്താവ് ഈ നാളുകളിൽ ബലപ്പെടുത്തുന്നു. അനേക ആത്മാക്കളെ നേടിയെടുക്കുവാനും അതുപോലെ മാസയോഗങ്ങളിലൊക്കെ സംസാരിക്കാനൊക്കെയും പ്രാർത്ഥന ക്രമീകരിക്കാനും ലീഡർഷിപ്പ് കൊടുക്കുവാനും സംസാരിക്കാനൊക്കെയും ഈ നാളുകളിൽ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയുണ്ട്. ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ കൂടുതൽ ഉന്നതിയിലേക്ക്, ഉയർച്ചയിലേക്ക് കടന്നു വരുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളും വിടുതലും പ്രാപിപ്പാനും ദൈവമക്കളുടെ ശക്തിയേറിയ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. എൻ്റെ ശുശ്രൂഷയ്ക്കും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിനും എൻ്റെ മാതൃസഭയായ കിള്ളിപ്പാറ സഭയ്ക്കും വേണ്ടി എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും.
ദൈവത്തിൻ്റെ അതുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, അതുപോലെ ശുശ്രൂഷകർ, കടന്നു വന്നിട്ടുള്ളതായ എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഈ വല്ലുപ്പാറ സഭയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ മാസയോഗത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ലോകത്തിൽ അതിനെ അതിജീവിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളോടൊപ്പം എനിക്കും അപ്രകാരമായിരിക്കാനുള്ള അവസരം നൽകിയ ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് മണ്ണാർത്തറ സഭയിലാണ്. മണ്ണാർത്തറ സഭയ്ക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതോടൊപ്പം ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കാൻ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിൽ നിർവഹിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠ ദൈവദാസന്മാർ, എൻ്റെ സഹ ശുശ്രൂഷകർ, മാരാമൺ ഭദ്രാസനത്തിൻ്റെ പല സഭകളിൽ നിന്നും കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ശുശ്രൂഷിക്കുന്നത് പുന്നപ്പറ സെൻറ്റ് പോൾ CMS ആംഗ്ലിക്കൻ ചർച്ചിലാണ്. എൻ്റെ ക്രിസ്തീയ ജീവിത നിലനിൽപ്പിനും ആ സഭയുടെ അനുഗ്രഹത്തിനും വേണ്ടി എല്ലാ ദൈവമക്കളും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നേരുന്നു. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവ മക്കളോടൊപ്പം ശ്രേഷ്ഠന്മാരായ പുരോഹിതന്മാരും സ്നേഹിതരായ സഭാശുശ്രൂഷകരുടെയും മധ്യേ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് കൂടെ ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവിൻ്റെ ഒരു സാക്ഷിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകിയ അവസരത്തെ ഓർത്തുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം കർത്താവിൻ്റെ സന്നിധി നിൽക്കുവാൻ ഈ സംഭവകരമായ ലോകത്ത് പലവിധ പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉള്ള ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു എളിയ വേലക്കാരനായി കർത്താവിൻ്റെ വയലിൽ വേല ചെയ്യുവാൻ കർത്താവ് എന്നെയും തിരഞ്ഞെടുത്ത് കാത്തു പരിപാലിച്ചത് ഓർത്ത് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്ന വട്ടമല സഭയ്ക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്ന ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീയ തൽക്കാലം അസുഖത്തിന് കടന്നു വന്ന എൻ്റെ സാക്ഷ്യം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമക്കളോട് ഒരുമിച്ച് സംസാരിപ്പാൻ ദൈവയുടെ ആക്കിയത് ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ മണ്ണാർക്കാട് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ സഭയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടെ പറയുന്നു. എൻ്റെ മാതൃസഭയായിരിക്കുന്ന വട്ടമല സഭയ്ക്കും എനിക്ക് എൻ്റെ കുടുംബത്തിനും വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇവരോട് വിശ്വസ്തയോടെ മുന്നേറുവാൻ ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവരാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠര്, സഭാശുശ്രൂഷകര്, എല്ലാ സഭാവിശ്വാസികൾക്കും പ്രത്യേകിച്ചുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ കരുവാറ്റ സഭയുടെ ശുശ്രൂഷനായി സേവനം ചെയ്യുന്നു. വളരെ നാളുകളായിട്ട് നിങ്ങളുടെ സഭ ആലയത്തിൻ്റെ പണികൾക്കായിട്ട് ആലയം പണിത് പൂർത്തീകരിക്കാനൊക്കെയും ആഗ്രഹിച്ചിരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളും സഹായങ്ങളും ഞാൻ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനും എൻ്റെ കുടുംബവും ഒക്കെയും ചില പനിയും മറ്റ് അസുഖത്തിലൊക്കെയും ഭാരപ്പെടുന്നുണ്ട്. എങ്കിലും നാളത്തെ ശുശ്രൂഷ മുന്നോട്ടുള്ള ജീവിതത്തിലെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവനാമത്തിൽ കൊണ്ടുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ സഭാ പുരോഹിതന്മാർ, സഭാ ശുശ്രൂഷകർ, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന വിവിധ സഭയിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം എനിക്ക് ഇവിടെ വന്ന് നിൽപ്പാനും ഇടയാക്കിയ വൻകൃപയെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് ഞാൻ സ്തുതി പറയുകയാണ്. പ്രിയമുള്ളവർ, എൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വേദനയുടെയും യാതനയുടെയും ഒക്കെയും കാലഘട്ടത്തിലൂടെ നീങ്ങിപ്പോയതാണ്. CB സാറിനൊക്കെ അറിയാവുന്നതാണ്. കോവിഡ് എന്ന മഹാമാരിയിൽ ഞാൻ 3 ആഴ്ച കാലം ICUവിൽ കിടന്ന ഒരു വ്യക്തിയാണ്. ഓക്സിജനുമായിട്ട് ഞാൻ 3 ആഴ്ചയോളം ICU കിടന്നതും അതുപോലെ തന്നെ എന്നെ വെന്റിലേറ്റർ മാറ്റണമെന്നുള്ളതായ
ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷേ യഹോവയായ ദൈവം എന്നെ ഇവിടെ നിർത്തിയത് ഇതിനു വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ്. പലപ്പോഴും ഞാൻ ആ രംഗങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകാറുണ്ട്. പ്രിയമുള്ളവർ, ദൈവമുണ്ട്. ദൈവം ജീവിക്കുന്നവൻ നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ദൈവമില്ല എന്ന് നമ്മൾ ആരും ഒരിക്കൽ പറയരുത്. മൂഢനാണ് ദൈവമില്ല എന്ന് പറയുന്നത്. അതിൻ്റെ സ്നേഹവും അതിൻ്റെ കരുണയൊക്കെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് നമ്മൾ ദൈവമില്ല എന്ന് പറയരുത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആണെങ്കിലും ഞാൻ വളരെ ദുഃഖിതനായിരുന്നു. എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ വൈഫിന് ചെറിയൊരു അസുഖമൊക്കെ ഉണ്ട്. അവർക്ക് ഓപ്പറേഷനായിട്ട് ഭാരത് ഹോസ്പിറ്റൽ ചെറിയൊരു ഓപ്പറേഷൻ ആയിരുന്നു. അതിൻ്റെ ഓപ്പറേഷൻ്റെ റിസൾട്ട് ബയോപ്സിക്ക് അയച്ചായിരുന്നു. പക്ഷെ വളരെ ടെൻഷനായിരുന്നു. ഡോക്ടർമാർക്ക് പോലും വളരെ ടെൻഷനാകുന്ന രീതിയിലുള്ളതായ ഒരു റിസൾട്ടാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ പ്രിയമുള്ളവരെ, ആ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർമാരെക്കാൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതായ വലിയൊരു അനുഭവം പ്രിയമുള്ളവരെ അവിടെ കാണുവാൻ എനിക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, അവിടെ ആ ബയോപ്സിയുടെ ആ റിസൾട്ട് അയക്കുമ്പോൾ അന്ന് ഊണുമില്ല ഉറക്കവുമില്ലാതെ ഞാൻ ഒരുപാട് നേരം ദൈവത്തോട് ഞാൻ 1 മണിക്കും 2 മണിക്കും എഴുന്നേറ്റ് എൻ്റെ ദൈവത്തോട് ഞാൻ കരയുവാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ വൈഫിന് എന്തെന്നില്ലാത്ത അവളുടെ മാറ്റം എന്തൊക്കെയോ എനിക്ക് വളരെ ഭീതി ഉണർത്തിയെന്നാണ് എനിക്ക് അവിടെ നിന്ന് കാണുവാൻ സാധിക്കും. ബയോപ്സിക്ക് അയച്ചപ്പോൾ നമുക്ക് വളരെ ടെൻഷനായിപ്പോയി. പ്രിയമുള്ളവരെ, അത് ഡോക്ടർമാർ പരിശോധിച്ച് ഡോക്ടർ പറയുകയാണ് ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് ആ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ബാബു സാറൊക്കെ ആളും ആ ഓപ്പറേഷൻ കയറുന്ന സമയത്തൊക്കെ ആളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പ്രിയമുള്ളൊരു ദൈവത്തിന്റെ ആ വലിയൊരു അനുഭവം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ആ ബയോപ്സിക്ക് അയക്കുമ്പോൾ വളരെ ടെൻഷനായിരുന്നു എനിക്ക്. ആ ആഴ്ചയിലായിരുന്നു പെസഹ ദിനവും അതുപോലെ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെയും. ആ ദിനത്തിലാണ് ദൈവമേ എനിക്ക് നിന്റെ വചനമായിട്ട് സംസാരിക്കാൻ എനിക്ക് സമാധാനത്തോടു കൂടി എൻ്റെ ദൈവം എന്നെ അയക്കണം എന്നാണ് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ആ സമയത്ത് എനിക്ക് വചനം സംസാരിക്കുവാൻ അല്ലെങ്കിൽ മൊഴികൾ പറയുവാനുള്ള ഒരു മൂടോ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും തന്നെ നോക്കിയില്ലിരുന്നില്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ ഞാൻ ഒന്നും ചെയ്തത്. പക്ഷേ അന്ന് ബുധനാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണ് റിസൾട്ട് വന്നത്. അന്ന് റിസൾട്ട് വന്നപ്പോൾ പ്രിയമുള്ളവർ ഒന്നുമില്ല എന്നുള്ളതായ വലിയൊരു അനുഗ്രഹമായൊരു അനുകൂലമാണ് എൻ്റെ ദൈവം നൽകിയ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ജീവിക്കുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ശരിയുണ്ട്, അതുപോലെ തന്നെ സത്യമുണ്ട്. അതുപോലെ ശരി നമ്മുടെ ഡോക്ടർമാരും അതുപോലെ തന്നെ നമ്മുടെ രോഗത്തിന്റെ ചികിത്സ റിപ്പോർട്ടുകളൊക്കെയും പറയുന്നത് ശരിയാണ്. പക്ഷെ പ്രിയമുള്ളവരെ, സത്യം അതല്ല. സത്യം വചനം പറയും. സത്യം എന്താണ്? സത്യം അവന്റെ അടിപ്പിണറലുകൾ നിനക്ക് സൗഖ്യം തരുന്നു. പ്രിയമുള്ളവർ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനമില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമില്ല. പ്രിയമുള്ളവര്, അത് ശരിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമോ സമാധാനമോ ഒന്നും തന്നെയില്ല. പക്ഷെ സത്യം വചനം പറയും എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. പ്രിയമുള്ളവര്, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് പ്രിയമുള്ളവര്. പക്ഷേ അത് ശരിയാണ്, നമുക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ സത്യം അതല്ല. സത്യം വചനം പറയും യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, അതാണ് വചനം. വചനം എന്ന് പറയുന്നത് സത്യമാണ്. ആ സത്യവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ജീവിക്കാനുള്ള കൃപ ദൈവം തെരുമാറാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്, അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ അവസരം ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞാൻ ശുശ്രൂഷ വഹിക്കുന്നതായ കുന്നന്താനം സഭയ്ക്കും അവിടെയുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം ഇരുന്നുകൊള്ളുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കല്ലുപ്പാറ സെന്റ് ഹാബേൽ ചർച്ചിൽ, അതായത് എൻ്റെ മാതൃസഭയിൽ നടക്കുന്ന ഈ മാസയോഗം ശ്രദ്ധിക്കുന്ന നമ്മുടെ ഭദ്രാസന ബിഷപ്പ് ബഹുമാനപ്പെട്ട പുള്ളോലിക്ക തിരുമേനി, സഭയുടെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രേഷ്ഠ വൈദികന്മാർ, തൻ്റെ കൂട്ടായിട്ടുള്ള എല്ലാ തരങ്ങളിലും ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും കൂടിവരവിലും ഒക്കെ കൂട്ടായിട്ടുള്ള എൻ്റെ സഹ ഭൃത്യന്മാർ, ജ്യേഷ്ഠ ഭൃത്യന്മാർ, അനുജന ഭൃത്യന്മാർ, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന മറ്റുള്ള എല്ലാ സഭാവിശ്വാസികളും, സഹോദരന്മാരും സഹോദരിമാരും, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. നമ്മൾ ഇന്നിവിടെ മാസവും നടത്തുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു 10 പേരെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇന്നിവിടെ വളരെ സന്തോഷത്തോടെ നമ്മുടേതായിരിക്കുന്ന വ്യക്തിപരമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ദൈവമുഖത്തിരിക്കുമ്പോൾ നമ്മുടെ സഭയുടെ പ്രാതിനിധ്യം ഇന്ന് ഇന്ത്യ നേരിടുന്നതായ യുദ്ധത്തിൽ, ഇല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതായ നമുക്ക് വേണ്ടി പോരാടുന്ന ആ മിലിറ്ററി, അവരുടെ കുടുംബങ്ങളൊക്കെ വിട്ട് അവിടെ മരണത്തെ മുഖാമുഖമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന യുദ്ധാടിസ്ഥാനത്തിലുള്ള മാസയോഗമായി മാറും. നമ്മുടെ വലിയൊരു ദൗത്യമായിരുന്നു അത്.
അങ്ങനെ ഒരു ശുശ്രൂഷ ഇവിടെ വെളിപ്പെടുമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിച്ചു. നമ്മളിവിടെ ഇരിക്കുമ്പോൾ എത്രയോ കുഞ്ഞുങ്ങളും ഭാര്യമാരും അവിടെ ഭവനങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ തൂക്കിൻ്റെ കുഴലിൽ മുമ്പിൽ നിൽക്കുകയാണ്. എപ്പോഴും എന്തും സംഭവിക്കുക. കഴിഞ്ഞ നാളുകളിലെ പോലെ ഒരു യുദ്ധാടിസ്ഥാനമല്ല ഇപ്പോൾ നടക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ അതിർത്തി നടന്നു അവിടെ തീർന്ന പരിപാടി. ഇന്നങ്ങനല്ല. പാകിസ്ഥാൻ അവിടെ നിന്ന് ഒരു ബോംബ് തോർത്താൽ ഇവിടെ വരും. അപ്പോൾ നമ്മൾ കാലഘട്ടങ്ങളെയും അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും അതിൻ്റെ ആ യുദ്ധകാലത്തിലുണ്ടാകുന്ന യുദ്ധാടിസ്ഥാനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് വേണം ഈ മാസത്തിൽ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ സഹോദരന്മാർ ഒക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആംഗ്ലിക്കൻ കല്ലുപ്പാറ സെന്റ് ഹാബേലിക്കൽ ചർച്ചിൽ നടക്കുന്ന ഇന്നത്തെ 2020 മാസയോഗം ഈ കാലഘട്ടത്തിൻ്റെ തരുന്നൊരു തലമുറയ്ക്ക് ഒരു സാക്ഷിയായി രേഖപ്പെടുത്തേണ്ടതായിരിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സമയം ഉറപ്പിക്കുകയാണ്. ഞാൻ ശുശ്രൂഷിക്കുന്നത് വെങ്കോട്ട ദൈവസഭയിലാണ്. എൻ്റെ ഒരു സഹോദരൻ അവിടെ രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്നതോടൊപ്പം തന്നെ ചികിത്സയ്ക്ക് വളരെയേറെ ഭാരപ്പെട്ടുകൊണ്ടാണ് ആ 2 കുടുംബങ്ങളെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കർഷക തൊഴിലാളി മേഖലയിൽപ്പെട്ടവരാണ്. ഇന്ന് നമുക്കറിയാം കൂലിപ്പണികളില്ലാത്തൊരു കാലഘട്ടം. നമുക്കൊന്നും കൊടുക്കുവാനെങ്കിലും പത്രോസ് പറഞ്ഞൊരു വാക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. പൊന്നും വെള്ളിയും എനിക്ക് തരുവാനില്ല സഹോദര, എൻ്റെ പക്കലുള്ളതൊന്നും ഞാൻ നിനക്ക് തരുന്നു. നസ്രാനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്നുള്ള ആ വലിയ ശബ്ദം നമ്മുടെ ഓരോരുത്തരുടെ നാവിൽ നിന്ന് പുറത്തു വരണം. നമ്മുടെ അകത്തിട്ടില്ല കുടുംബങ്ങൾക്ക് വേണ്ടി ക്യാൻസർ രോഗമായിക്കൊള്ളട്ടെ, അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഞാൻ ഇന്ന് മരമൺ ഭദ്രാസനത്തിലെ മുഴുവൻ സഭയോടും ആവശ്യപ്പെടുന്നത് ആ 2 കുടുംബങ്ങൾക്ക് വേണ്ടി. ഒന്ന് സഹോദരിയാണ്, ഒന്ന് സഹോദരനാണ്. ആ സഹോദരൻ കഴിഞ്ഞ മാസത്തിലൂടെ വന്ന് സാക്ഷ്യപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ എല്ലാ അവസ്ഥകളും വെളിപ്പെടുത്തി. ഞങ്ങൾക്കൊരു സഹോദരിയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ 3 വർഷം വെങ്കോട്ട ദൈവസഭയ്ക്ക് വേണ്ടി കമ്മിറ്റിയായി പ്രവർത്തിച്ച സഹോദരിയാണ്. ഗായക സംഘത്തിലുള്ളതാണ്. അതുപോലെ നമ്മുടെ എല്ലാ ഭദ്രാസനങ്ങളുടെ മാസത്തിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ് റിൻസി എന്ന് പറയും. ഈ 2 പേര് സാബു റിൻസി എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും സഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി മാറുവാൻ തക്കവണ്ണം ഒരു യേശുവിലൂടെ കൂടുതലായിട്ട് അടുക്കുന്നൊരു അനുഭവം അവരിലൂടെ ഉളവായി വരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ക്ഷണിക്കുന്നു. അതുപോലെ എനിക്ക് എൻ്റെ മകള് ഒരു ബ്യൂട്ടി സ്പോട്ട് നമ്മുടെ കല്ലുപ്പാറ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തായിട്ട് നടത്തുവാൻ ആഗ്രഹിച്ചു. നമ്മളതിൻ്റെ റൂമുകളൊക്കെ എടുത്തു. ചെറിയ തോതിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നെങ്കിൽ പോലും വളരെയേറെ സാമ്പത്തിക ചിലവ് നമുക്കതിന് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കുവാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കുഞ്ഞിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഈ സമയം അപേക്ഷിക്കുകയാണ്. ഇനി അല്പം സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ എല്ലാ ആൾക്കാർക്കും വരുവാനുള്ള ക്രമീകരണം ചെയ്യാനുണ്ട്. അപ്പോൾ അത് ക്രമീകരണം ചെയ്യാനുള്ള സാമ്പത്തിക വഴികളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അവിടെയൊക്കെ തുറന്നു കിട്ടേണ്ടതിന് വേണ്ടി സഭയുടെ ഭദ്രാസനത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് കർത്തനാമത്തിൽ നമ്മൾ ഈ സമയം ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ വേല കർത്താവ് വരുന്നതും വരെ ചെയ്തെടുപ്പാൻ തന്ന കൃപ മറന്നു പോകാതെ തനിക്ക് തന്നെ ഒരു കൃപയുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടി ഏത് വിഷയത്തിനു മുന്നിൽ പതറാതെ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്ത് പൂർത്തീകരിക്കുവാനും പിശാചിനോട് പോരാടുവാനും അന്ധകാരത്തോട് പോരാടുവാനുള്ള കൃപാപരം അത് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും എനിക്ക് ആവശ്യമാണ്. അത് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ആത്മീയ നിലവാരത്തിനു വേണ്ടി ഞങ്ങൾ വീണുപോകാതെ ഇടറിപ്പോകാതെ മുന്നോട്ട് കടന്നു പോകേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിലും താനേറ്റെടുക്കുന്ന ശുശ്രൂഷാ സഭകളിലും ഒക്കെ പോയി ജയിച്ചു മടങ്ങി വരുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഉപവാസ പ്രാർത്ഥന ഈ മാസങ്ങളിൽ ഓരോ സഭകളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകണം എന്നീ സമയം ഉറപ്പിച്ചുകൊണ്ട് കർത്തൃനാമത്തിൽ ഞാൻ ഇരുന്നുകൊള്ളുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ചുകൊള്ളുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെയായിരിക്കുന്ന ആദരണീയരായ വൈദിക ശ്രേഷ്ഠന്മാർ, കർത്താവിൽ പ്രിയ കർത്തൃദാസന്മാർ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. എൻ്റെ സ്വദേശം കുമരകമാണ്, കുമരകം മാതൃസഭ. ഇപ്പോൾ കല്ലൂപ്പാറയുടെ സഭാപ്രവർത്തകനായി സേവനമനുഷ്ഠിക്കുന്നു. ദൈവം വിളിച്ചു വേർതിരിച്ച അന്നു മുതൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നിൽക്കുവാൻ തക്കവണ്ണം വലിയനായി ദൈവം അവസരമൊരുക്കി ഈ സഭയുടെ ആത്മീയവും ഭൗതികവുമായി ഉള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുമര് കൊടുക്കുവാൻ, നിർമ്മാണ പ്രവർത്തനങ്ങളാകട്ടെ ആത്മീയമാകുന്ന ശുശ്രൂഷകളുടെ എല്ലാത്തിനും ചുമര് കൊടുക്കുവാൻ വലിയനായി ദൈവം നിലനിർത്തുന്നു. സംഭവ ബഹുലമായ ഒരു മാസക്കാലമാണ് കഴിഞ്ഞു പോയത്. വളരെ സന്തോഷവും വളരെ ദുഃഖവും അനുഭവിച്ച ഒരു മാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത്. കുറ്റപ്പുഴ മാസയോഗത്തിന് ശേഷം കടന്നു വരുമ്പോൾ എൻ്റെ സന്തോഷമെന്ന് പറയുന്നത് എൻ്റെ ദാസി, എൻ്റെ പ്രിയപ്പെട്ടവൾ ദൂരദേശത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വിദേശത്ത് നിന്ന് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി.
അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൻ വിദേശത്തായിരുന്നു. മകനും കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ഇളയ മകൻ 3 വർഷത്തെ ഡിഗ്രി പഠനത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കുടുംബാംഗങ്ങൾ കടന്നു വന്നപ്പോൾ വലിയ ഒരു സന്തോഷം ആത്മീയമായി ഭൗതികമായി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. സങ്കടമെന്ന് പറയുമ്പോൾ എൻ്റെ ഭവനത്തിനടുത്ത് നിൽക്കുന്ന ഒരു വഴിപ്പണിയോട് ബന്ധപ്പെട്ട് ഒരു മരം വെട്ടുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സഹോദരൻ രാത്രിയുടെ യാമങ്ങളിൽ ആ മരം വെട്ടുവാൻ കടന്നു പോകുന്നു. എൻ്റെ ഇളയ മകൻ അവനെ തിരിച്ച് മടക്കി വിളിക്കുവാൻ തക്കവണ്ണം പുറകെ പോകുന്നു. എൻ്റെ മൂത്ത മകൻ ഈ സംഭവം നടക്കുന്ന വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് 6 അക്കരെ വഴി കടന്നു പോകുന്നു. അതൊരു വലിയ പോലീസ് കേസാകുവാൻ തക്കവണ്ണം ഇടയായി. വളരെ ഭാരവും സങ്കടവും ജീവിതത്തിൽ തോന്നിയതായ നിമിഷങ്ങളും ദിവസങ്ങളുമായിരുന്നു. 12 മണി, ഏകദേശം രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഭേദനം എന്നുള്ള വകുപ്പ് ചാർത്തിക്കൊണ്ട് ജാമ്യമില്ല വകുപ്പിൽ എൻ്റെ 2 മക്കളും അവരെ പോലീസ് സ്റ്റേഷനിൽ അകപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. വളരെ ദുഃഖവും ഭാരവും നിറഞ്ഞ നിമിഷമായിരുന്നു. എൻ്റെ മോൻ അത് എൻ്റെ സഹോദരനെ പിടിച്ചു മാറ്റുവാൻ പോയതാണ്. മൂത്ത പുള്ളിയാണെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് കടന്നു വരുന്നുണ്ട്. അത് മനഃപൂർവ്വമായി ശത്രു തകർക്കുവാൻ തക്കവണ്ണം ഒരുക്കിയ പദ്ധതിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരുമ്പം ഞാൻ എൻ്റെ ദൈവദാസന്മാരോടും എൻ്റെ പ്രിയപ്പെട്ട പുരോഹിതന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്കങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. കാര്യം ഒരു ദൈവദാസൻ്റെ മക്കൾ 2 പേരും ജാമ്യമില്ലാ ബാറിൻ്റോടുകൂടി ഒരു പകൽക്കാലം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നതായ അവസ്ഥ ജീവിതത്തിൽ വളരെ വേദന അനുഭവിക്കുന്ന അവസ്ഥ. ഞാൻ എൻ്റെ ഈ പുസ്തകവുമായി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങയുടെ വചനവുമായി കടന്നു പോകും. എൻ്റെ കുഞ്ഞുങ്ങൾ ശിക്ഷിക്കപ്പെടുവാനോ ഞാൻ ഈ ദേശത്ത് അപമാനിതനായി തീരുവാനോ ഇടയാക്കരുതെന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി. അത്ഭുതകരമായ ദൈവം മറുപടി അയച്ചു. ഇൻവെസ്റ്റിഗേഷൻ നടത്ത പോലീസുകാർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി കടന്നു വരുമ്പോൾ അതിൽ ആ ഭവനത്തിലെ മാതാവ് പറഞ്ഞതായിരിക്കുന്ന മൊഴിയെ ദൈവാത്മാവ് കലക്കിക്കളഞ്ഞു. പ്രൈസ് മൊഴി പരസ്പര വിരുദ്ധമായിക്കൊണ്ട് ആ കേസ് തള്ളിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി. ഈ പുതിയതായി ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായി ദൈവം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ആരോടും ഇന്നുവരെയും പങ്കുവച്ചിട്ടില്ല, എൻ്റെ സഭാജനങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ദൈവം നൽകിയ ഉപകാരങ്ങൾക്കൊത്തവണ്ണം സാക്ഷി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിച്ചിരിക്കും. പ്രൈസ് ലോർഡ്. വിളിച്ചവൻ വിശ്വസ്തനാണ്. ഈ പുസ്തകമെടുത്തിയ അന്ന് മുതൽ ഇന്ന് വരെ നന്മയല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടില്ല. പ്രൈസ് ലോർഡ്. ഞാൻ കടന്നു പോകുന്ന സഭകളിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ, ആത്മീയമായും ഭൗതികമായും സഭയ്ക്ക് വേണ്ടി പോരാടുവാൻ വലിയവനായി ദൈവം എന്നെ നിലനിർത്തുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇപ്പോൾ ഈ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രിയ കർത്തൃദാസന്മാരും എല്ലാ അച്ഛന്മാരും എനിക്ക് വേണ്ടിയും എൻ്റെ ഭവനത്തിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട്, എൻ്റെ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്ന ഈ കല്ലുപ്പാറ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ സഭാവിശ്വാസികളെയും കുടുംബങ്ങളെയും എൻ്റെ മാതൃസഭയും ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് മാത്രം പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. വലിയനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നതാണ്. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടടുത്തിടുന്ന്. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടടുത്തിടുന്ന്. ആ മാർവോടു ചേർന്ന് കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന് ഇനിയുള്ള നാൾ പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. എൻ്റെ സാക്ഷി ഈ പാട്ടാണ്. അമ്മ പാടാനുള്ള കാരണം, കഴിഞ്ഞ 1 മാസം മുമ്പ് ഒരു ദൈവദാസൻ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഉപദേശപ്പണിയില്ല, വീട്ടിൽ ഇരിക്കുകയാണെന്ന് ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് എടുത്ത തീരുമാനമാണ്, ഇനിയുള്ള നാൾ എൻ്റെ അപ്പനായി വേല ചെയ്യും. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നന്ദിയേ
നമ്മളുടെ ഭദ്രാസനത്തിൻ്റെ എപ്പിസ്കോപ്പ് ആയിരിക്കുന്ന നിർമ്മലയച്ചൻ, അതുപോലെ തന്നെ ശ്രേഷ്ഠ പുരോഹിതന്മാർ, ഭദ്രാസന സെക്രട്ടറി അച്ഛൻ പോൾസൺ മാത്യു അച്ഛൻ, സഭാ ശുശ്രൂഷകർ, ഭദ്രാസന സെക്രട്ടറി, പരിവർത്തന കോർപ്പറേഷൻ്റെ നമ്മുടെ മെമ്പർ ആയിരിക്കുന്ന നമ്മുടെ ഉപദേശി, അങ്ങനെ എല്ലാ ദൈവദാസന്മാർക്കും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്ന എല്ലാ ദൈവത്തിൻ്റെ ഭക്തന്മാർക്കും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നതിനോടൊപ്പം ഈ മാസയോഗത്തോട് ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഭാവിശ്വാസികളും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകളെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഓൺലൈൻ ക്യാമറയിൽ കൂടെ പിടിച്ച് അത് ആ കരങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ രാജേഷ് സാറിനും ഈ സമയമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയും മാസയോഗവും അമേരിക്കയുടെ പ്രദേശങ്ങളിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന തിരുമേനിക്കും ഭവനത്തിനുമുള്ള നന്ദിയും ഈ സമയം ആമേൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പാട്ട് പാടിയതിൻ്റെ രണ്ട് കാര്യം വളരെ ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടി ഇരിക്കുന്ന ദൈവദാസന്മാരെല്ലാവരും നമ്മളെല്ലാവരും നല്ല സാക്ഷ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ പറയുന്നുവെങ്കിലും ഹൃദയം തുറന്നൊരു സാക്ഷ്യം കേൾക്കാൻ ദൈവത്തിന് സ്തോത്രം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആ സാക്ഷ്യം പറഞ്ഞതും ആ പാട്ട് പാടിയതും ഒറ്റയാളാണ്. പത്രോസായിരിക്കുന്ന നമ്മുടെ അപ്പോസ്തലനെ പിടിച്ചു കൊണ്ടുപോയി ദൈവത്തിന് സ്തോത്രം കാരാഗ്രഹത്തിന്റെ ഉള്ളിലിട്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം പിറ്റേ ദിവസം ഈ ആമേൻ ഹല്ലേലൂയ പത്രോസിനെ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിർത്താൻ തീരുമാനമെടുത്ത അന്ന് ദൈവത്തിന് സ്തോത്രം അന്ന് രാത്രി യഹോവയുടെ ദൂതൻ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം ഉള്ളിൽ ഇറങ്ങിയിട്ട് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിയേച്ച് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം എഴുന്നേറ്റ് ആമേൻ ഹല്ലേലൂയ പുതപ്പ് പുതച്ച് ചെരുപ്പിട്ട് മുറുക്കി എൻ്റെ പിന്നാലെ വരിക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം പത്രോസിനെ ഏൽപ്പിച്ചത് ആമേൻ വെറും ഒരു കാവൽക്കാരനെ അല്ല. ആമേൻ ഹല്ലേലൂയ 4 ആമേൻ ഹല്ലേലൂയ സംഘം ആമേൻ 4 പേര് വീതം ആമേൻ ഹല്ലേലൂയ കൂടുന്ന 2 സംഘത്തെ ഏൽപ്പിച്ച് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ എല്ലാവരും ഉറക്കമുണർന്നിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ അകത്തിറങ്ങി പത്രോസിനെ വിടുവിച്ച് 1-ാം കാവലും 2-ാം കാവലും കടത്തി. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. പിന്നെയോ ആമേൻ ഹല്ലേലൂയ പട്ടണത്തിന്റെ അതിർത്തിയിൽ ചെന്ന് ആനവാതിൽ, അതായത് ഇരുമ്പുവാതിൽ, ഈ ഇരുമ്പുവാതിലിന് പ്രത്യേകതയുണ്ട്. ആന ചേർന്നാണ് ഈ ഇരുമ്പുവാതിൽ അടയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആന തന്നെ അത് തുറക്കണം. പക്ഷേ ദൈവത്തിന് സ്തോത്രം പത്രോസിന്റെ മുൻപിൽ പോയ ദൂതന്റെ നിഴലടിച്ചപ്പോൾ ഈ ഇരുമ്പ് വാതിലുകളെ തുറന്ന് പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്ന് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ യഹോവയായിരിക്കുന്ന ദൈവം തമ്പുരാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെന്ന് പട്ടണത്തിൽ നിന്ന് ആമേൻ കാലെടുത്ത് വെളിയിലേക്ക് വെച്ചപ്പോൾ ദൂതൻ അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോൾ പത്രോസ് തിരിഞ്ഞു നോക്കി, ആരും കൂടെയില്ല. അപ്പ പത്രോസ് പാടിയതാ, നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേ കീടാതിരുന്നിടുമോ നാഥൻ നടത്തിയ വിധങ്ങളോർ ഹല്ലേലൂയ നന്ദിയേ കീടാതിരുന്നിടുമോ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഈ ആമേൻ കല്ലൂപ്പാറ സഭയുടെ മാസയോഗം നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദേശം ഒന്ന് മുഴങ്ങി കേൾക്കാൻ എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് ആമേൻ ഹല്ലേലൂയ ചേർന്ന് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഒരു ഹല്ലേലൂയ പറയുമോ? ഹല്ലേലൂയ. ഈ ശബ്ദം എന്താ അവിടെ മുഴങ്ങിയെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം ഇവിടുത്തെ സഭക്കാർ പറയണം അത് ഞങ്ങളുടെ മാസയോഗമായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസിക്കുന്ന ജനങ്ങൾ ചേർന്ന് ആമേൻ ഹല്ലേലൂയ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ആ ദൈവത്തെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആരാധിച്ചാരെങ്കിലും ബന്ധനപ്പെട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ വചനത്താൽ ഇന്നിവിടെ കേട്ട വചനങ്ങളിൽ ആ ബന്ധനം അഴിയണം, ആ ബന്ധനം വിട്ട് പുറത്തു വരണം. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ മക്കൾക്കും എനിക്കും എൻ്റെ ഭവനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ബഹുമാനീയരായ വൈദിക ശ്രേഷ്ഠർ, എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ വലിയവനായ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കല്ലുപ്പാറ സഭയോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. ഞാൻ ചില വർഷങ്ങളിവിടെ ശുശ്രൂഷ ചെയ്യുവാനും മാത്രമല്ല ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി സമയത്ത് സഭയായി വീട്ടിൽ വന്ന് കാണുവാനും എന്നെ സഹായിപ്പാനും സ്നേഹിപ്പാനും കരുതുവാനുമൊക്കെ വളരെയധികം മനസ്സ് കാണിച്ച സഭ എന്ന നിലയിലും സഭയോട് എനിക്ക് അധികമായ കടപ്പാടുണ്ട്. ഒപ്പം ഇന്ന് ഇവിടെ ആയിരിക്കാനും ദൈവം ഇടയാക്കി. എനിക്കും പറയാനുള്ളത്, എന്നെ അറിയുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ഞാൻ മരണത്തോളം കടന്നുപോയപ്പോഴും മരണം ഞങ്ങളെ കുടുംബമായി വിഴുങ്ങുവാൻ ഭാവിച്ചപ്പോഴും ദൈവം ഞങ്ങളെ കുടുംബമായി അറിഞ്ഞ് ഞങ്ങളെ ഇന്നും ഭൂമിയിൽ നിൽപ്പാൻ, ദൈവവേലയുടെ മുഖത്ത് നിൽപ്പാൻ ദൈവം ഇടയാക്കി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുടുംബമായിട്ടുള്ള ഒരു വലിയ സാക്ഷ്യം തന്നെയാണ്. പലപ്പോഴും ദൈവം മറക്കുന്നുവോ മറന്നു പോകുന്നുവോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നപ്പോഴൊക്കെ ദൈവം കൂടുതൽ കൂടുതൽ പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും ദൈവം എന്നെ മറക്കുന്നില്ല എന്ന് പൂർണ്ണമായി അറിയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ചില പരിശോധനകളിലൂടെ കടത്തിവിട്ടു എന്ന് ഞാൻ വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് തുടർന്നുള്ള കാലങ്ങളിൽ ഈ വിശ്വാസപാതയിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ബലഹീനായിരിക്കുന്ന എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഉണ്ടായിരിക്കണമേ എന്നീ സമയത്ത് ഓർപ്പിക്കുന്നു. ഒപ്പം ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സഭകളിൽ പരിപ്പ് സഭയുടെ നിർമ്മാണം ഞങ്ങൾ ഏതാണ്ട് ആരംഭഘട്ടത്തിലാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പള്ളിയിൽ സാമ്പത്തിക ബാലൻസുകളൊന്നുമില്ല. അതുകൊണ്ട് ഇന്നവർക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എങ്കിലും എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയും സഹായവും സഹകരണവും അവിടെ ഒരു ദൈവാലയം ഉയരേണ്ടതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഉണ്ടായിരിക്കണമേ എന്നീ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ ഒരു മനോഹരമായ ദൈവാലയം ഇത്രയൊക്കെ വലുപ്പമൊക്കെ ഉണ്ടാവുകയുള്ളൂ. കാരണം അവിടെ 5-8 കുടുംബമേ ഉള്ളൂ. അവിടെ വലിയ പള്ളിയൊന്നുമല്ല, എങ്കിലും സാമാന്യം നല്ല നിലയിൽ പണിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന എല്ലാ ദിവസവും അതിൻ്റെ നിർമ്മാണ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. എന്നെയും കുടുംബമായിട്ട് നിങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവം മറന്നു പോകാതെ ദൈവം തൻ്റെ കരങ്ങളിൽ വഹിക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണമേ എന്നീ സമയത്ത് ഓർപ്പിക്കുന്നു. ഈ കർത്താവിനായി ജീവിപ്പാൻ, നല്ല സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷി നിൽക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു മാസയോഗത്തിൽ കൂടെ പങ്കെടുക്കാൻ സർവകൃപാലുവായ ദൈവം എന്നെയും സഹായിച്ച വലിയ കൃപയെ ഓർത്ത് ഞാൻ നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. സാധാരണ മാസയോഗങ്ങളിൽ കേൾക്കാറുള്ളതായ സാക്ഷ്യങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു അനുഭൂതിയിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഈ മാസയോഗം ദൈവം സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സാധാരണ മാസയോഗങ്ങളിൽ ചെല്ലുമ്പം സാക്ഷ്യം പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങി റോഡോട്ട് വന്നപ്പം ആദ്യത്തെ ബസ് പോയി, പിന്നെ രണ്ടാമത്തെ ബസ് പിടിച്ച് ഇവിടെ ഇറങ്ങി വന്നു. പക്ഷേ ഇന്ന് ചില സാക്ഷ്യങ്ങൾ അത് ജീവനുള്ള സാക്ഷ്യങ്ങളായിട്ട് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അതാണ് മാസയോഗത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ സിബി സാറ്, സന്തോഷ് സാറ്, അനീഷ് സാറ് ഇവരൊക്കെയും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികൾ എൻ്റെയും ജീവിതത്തിൽ ദൈവം നൽകുന്നതിനായി ഞാൻ ദൈവത്തിന് മുന്നോട്ട് സ്തോത്രം ചെയ്യുകയാണ്.
എൻ്റെ മാതൃസഭ പുന്നപ്ര സഭ, അതുപോലെ തന്നെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന കോത്തല, മണ്ണാറത്തറ, പെരുന്തുരുത്തി, കുറ്റപ്പുഴ, ഈ സഭകളെയും അവിടുത്തെ വിശ്വാസികളെയും അവിടുത്തെ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് ഉണ്ടാകട്ടെ. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് നാരായണ ഭദ്രാസനത്തിൻ്റെ ഒരു മാസയോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചത്. ഞാൻ കൂടുതലും സമയവും കേന്ദ്ര ഭദ്രാസനത്തിലുള്ള പള്ളികളിലാണ് സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഇരുന്ന ഭാവസാരിയുടെ ഓർപ്പിച്ചപോലെ അമ്പലത്തിനാകുഴി, അതുപോലെ തൃശ്ശൂർ, പിന്നെ ചേലക്കൊമ്പ്, മാരാമൺ ഭദ്രാസനത്തിലുള്ള ഒരു പള്ളി കല്ലൂപ്പാറപ്പള്ളി മാത്രമാണ്. ഇന്ന് ചേലക്കര പള്ളിയിൽ നിന്ന് മാസവും നടക്കേണ്ടതാണ്. നല്ല ചില സാഹചര്യങ്ങളുണ്ട്, അത് മാറ്റിവെച്ചു. ഇന്ന് നിങ്ങളുടെ ഒപ്പമായിരിക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയതായിരിക്കുന്ന നന്മകൾ വലുതാണ്. പ്രത്യേകിച്ച് ദൈവം എനിക്ക് തന്ന ഒരു പുതിയ ജീവിതം കൊണ്ടാണ് ഇന്ന് പകൽക്കാലം 2025 ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവ ശുശ്രൂഷയിലായിരിക്കാനും ഇടയായത്. കഴിഞ്ഞ നവംബർ മാസം ഞാൻ നമ്മുടെ കൊച്ചിയിലെ കൺവെൻഷന് പറഞ്ഞതാണ്. കഴിഞ്ഞ നവംബർ മാസം 24-ാം തീയതി 2024 നവംബർ മാസം 9-ാം തീയതി ഒരു അപകടത്തിൽപ്പെട്ടു. അത് വൈക്കത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സഞ്ചരിച്ചതായിരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് എതിർദിശയിലൂടെ വന്ന വാഹനം ഇടിച്ചാണ്. 10-20 മിനിറ്റോളം വാഹനത്തിനുള്ളിൽ എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ആയിരുന്നു. അവിടെ നിന്നും തമ്പുരാൻ്റെ തൃക്കരങ്ങളാൽ വീണ്ടെടുത്ത് നിങ്ങളോടൊപ്പമായിരിക്കാൻ തക്കവണ്ണം ഈ മാസയോഗത്തിൽ നിങ്ങളുടെ ഒപ്പം ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. അപകടമുണ്ടായി 4 ദിവസം കഴിഞ്ഞാണ് എൻ്റെ കൈയുടെ ഷോൾഡർ ഇറങ്ങിപ്പോയി എന്നുള്ള വിവരം പോലും ഞാൻ അറിഞ്ഞു. കാരണം അത്രമാത്രം ദൈവം എന്നെ കരുതി. വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്. ദൈവത്തിൻ്റെ ആ ദൗത്യം പൂർത്തീകരിക്കാതെ നമ്മെ ആരെയും ഈ ഭൂമിയിൽ നിന്ന് ദൈവം മടക്കി കൊണ്ടുപോവുകയില്ല. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും എന്നെ തന്നെ ദൈവവേലയ്ക്കായി ഒരിക്കൽ കൂടെ പുതുക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഈ മാസയോഗത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ടതായിരിക്കുന്ന പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഓർക്കണം. പ്രത്യേകിച്ച് കല്ലൂപ്പാറ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയും എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന വൈദികർക്ക് വേണ്ടിയും സഭാപ്രവർത്തകർക്ക് വേണ്ടിയും നാരാമൺ ഭദ്രാസനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്നും പ്രാർത്ഥിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായി മാസയോഗത്തിൽ വീണ്ടും ഒരു ആവശ്യം കൂടെ പങ്കുചേരുവാൻ ദൈവത്തോടുന്ന സാവകാശം നൽകിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കല്ലൂപ്പാറയിൽ വെച്ച് നടത്തപ്പെടുന്ന ഞാൻ 6 വർഷത്തോളം ഈ ഇടവകയിൽ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഇവിടെയുള്ളതായ ദൈവമക്കൾ അച്ഛനും വിശ്വാസികളും എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് സുഹൃത്തുക്കൾ പോലെ, കൂട്ടുകാർ പോലെയാണ് കഴിയുന്ന ആ സ്നേഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മാസയോഗത്തിൽ നിങ്ങളുടെ അച്ഛൻ ഓർപ്പിച്ചതുപോലെ ജീവനുള്ള സാക്ഷികൾ ഇന്ന് കേൾക്കുവാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകി. എന്നെ ദൈവം വിളിച്ച നാൾ മുതൽ ഇന്ന് വരെയും കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിലും തളർന്നു പോകാതെ കരം പിടിച്ച് ഉറപ്പിച്ചു നിർത്തി ആ കർത്താവിൻ്റെ പാദങ്ങളെ പിൻപറ്റുവാൻ ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഇടവകയായിരിക്കുന്ന കരുവാറ്റ ഇടവകയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഭദ്രാസനം ആയിട്ട്
നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടി ഞാൻ എൻ്റെ സാക്ഷിയിലൂടെ ഓർപ്പിക്കുകയാണ്. മറ്റ് ശുശ്രൂഷകളിൽ തളർന്നു പോകാതെ ദൈവസാന്നിധ്യത്തോടെ ഉറച്ചു നിൽക്കുവാൻ എനിക്ക് വേണ്ടിയും എൻ്റെ ഭവനത്തിന് വേണ്ടിയും ഞാൻ ചുമതല വഹിക്കുന്ന എൻ്റെ എല്ലാ ഇടവകൾക്കു വേണ്ടിയും ദൈവ മക്കളുടെയും ദൈവദാസന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർവഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, സന്നിധിയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം ബലഹീനരാകുന്ന അടിയങ്ങൾ അടുത്ത് വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അങ്ങ് മഹത്വത്തോടെ എഴുന്നള്ളി വരുമാറാകണമേ. ദൈവമായ കർത്താവെ, അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് തീരുമാനിച്ചതായ ഈ മാസയോഗത്തിന്റെ പ്രാരംഭ സമയം മുതൽ കർത്താവിന്റെ അദൃശ്യമായ സാന്നിധ്യം ഞങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും കർത്താവിന്റെ തൃക്കരങ്ങളിൽ ദൈവമായ കർത്താവെ, അങ്ങയുടെ വിളിക്ക് യോഗ്യമായി കർത്താവെ അങ്ങയിൽ സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ അവിടുത്തെ മക്കളെ സഹായിക്കണമേ. പ്രത്യേകാൽ ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ മധ്യത്തിൽ കർത്താവിന്റെ തിരുവചനം സംസാരിപ്പാൻ അങ്ങയുടെ വിലപ്പെട്ടതായിരിക്കുന്ന ഭൃത്യനെ അങ്ങ് അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ നാഥനായിരിക്കുന്ന കർത്താവിന് ദേഹം ദേഹി ആത്മാവിനെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയുടെ നടുവിൽ നിന്ന് കർത്താവെ ഞങ്ങളുടെ സ്വഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ സ്വദേവാലയങ്ങളിലേക്ക് മടങ്ങി പോകുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വന്ധ്യരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സഭകളെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ഇന്ന് മാസയോഗത്തിനായി ഈ സഭയെ ദൈവം കല്ലൂപ്പാറ സഭയെ ഒരുക്കിയതിനായി നന്ദിയോടെ ഇതിൽ കർത്താവെ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നാഥ, ഞങ്ങൾ അതേ കർത്താവെ ഞങ്ങളുടെ ഈ മാസയോഗം പരിസമാപിച്ച് സന്തോഷത്തോടെ ഈ മാസം ഞങ്ങൾ പിരിഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത മാസം ഞങ്ങൾ കൂടി വരുമ്പോഴേയും കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ആരും എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ കർത്താവെ പുതിയ പുതിയ ആത്മാക്കളുമായി പുതിയ സാക്ഷ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് വരുവാനിടയാകണമേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയെ വീണ ദൈവ സമാധാനം ദൈവത്തിന്റെയും അവന്റെ പുത്രന്റെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായെയും കുറിച്ചുള്ള സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സിലെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ വാഴും അനുഗ്രഹവും സൂക്ഷിച്ചു പരിപാലനവും കാവലും
നാം ഓരോരുത്തരോടും നമ്മുടെ ഭദ്രാസനത്തോടും കടന്നുവരുന്ന മക്കളോടും നമ്മെല്ലോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.